മത്തായിയുടെ സുവിശേഷം 5:1 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈശോ വചനം പഠിപ്പിച്ചിരുന്നു. ചോദിക്കട്ടെ, എന്തിനാണ് വചനം പഠിപ്പിക്കുന്നത്? എന്തിനാണ് വചനം പഠിപ്പിച്ചത്? എന്തിനാണ് വചനം പഠിക്കുന്നത്? അറിയാമോ? വചനം പഠിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, എവിടെയാണ്? മത്തായിയുടെ സുവിശേഷം 7:24. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 7:24. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ് കേട്ടാ. പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഉണ്ടോ? എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അനുസരിക്കുക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശരിക്കും അത് പഠിക്കുക എന്നാണ്. എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ വചനം പഠിക്കുന്നത് എന്തിനാണ്? വചനം അനുസരിക്കാനാണ്. പ്രത്യേകം ഓർത്തോണം. വചനം അനുസരിക്കണം. ഉണ്ടോ? വചനം അനുസരിക്കുമ്പോഴോ ഏത് വചനം നിങ്ങൾ അനുസരിച്ചോ പ്രത്യേകം ഓർത്തോണം. അവിടെ പറയാണ്, എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നത് പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന്. പാറമേൽ. ചോദിക്കട്ടെ, എന്താണ് പാറ? ആരാ പറഞ്ഞു? നല്ല ഉറപ്പ്. ഒന്ന് പാറ, ഉറപ്പ്. എന്താണ് സഹോദരി പാറ? നല്ല ഉറപ്പ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൃപയുണ്ട്. ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് തന്നെ കറക്റ്റ്. ആരോ പറഞ്ഞു വിടെ. പിന്നെ വിശ്വാസം. അപ്പോൾ 1 ഉറപ്പ്, 2 വിശ്വാസമല്ലേ എല്ലാം, അല്ലേ? സത്യമാണ്. 1 കൊറിന്തോസ് 10:1 മുതലുള്ള തിരുവചനം. 1 കൊറിന്തോസ് 10:1 മുതലുള്ള തിരുവചനം കിട്ടിയോ? ഒരാൾ വായിച്ചേ. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന്, ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ പാറ ക്രിസ്തുവാണ്. സ്തോത്രം. ഉണ്ടോ? ആ പാറ വിശ്വാസമല്ല, ആ പാറ ഉറപ്പല്ല, ആ പാറ ക്രിസ്തുവാണ്. അപ്പൊ വചനം പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തിനാണ് വചനം പഠിക്കുന്നത്? വചനം പഠിക്കുന്നത് എന്തിനാണ്? അനുസരിക്കാൻ. അപ്പൊ ഏത് വചനം ഞാൻ അനുസരിക്കുന്നോ അപ്പോൾ ഞാൻ ഭവനം പണിയുന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണ്. പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന്. വിവേകം. ചോദിക്കട്ടെ, എന്താണ് വിവേകം? വിവേകം. അയ്യോ, കേട്ടിട്ടില്ലേ നിങ്ങൾ ആ വാക്ക്? എന്താണ് വിവേകം? വിവേകം അറിവ് അല്ല, തിരിച്ചറിവ്. അറിവല്ലെങ്കിൽ തിരിച്ചറിവ്. ഇങ്ങനെ പറയണം കേട്ടോ, കളിയാക്കിയതല്ല. എന്താണ് വിവേകം? സങ്കീർത്തനം 53:2. ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യമക്കളെ നോക്കുന്നു. എന്നിട്ട് പറയാണ്, ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ ഉണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ. അപ്പൊ വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം. കറക്റ്റ്. ജ്ഞാനം. അപ്പൊ വചനം പഠിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ബൈബിള് കൈകൊണ്ട് എടുക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ഉണ്ടോ? സ്വന്തം ബൈബിളാണോ? അതെ. പേരെന്താണ്? ആനി ചേച്ചിക്ക് എന്തുണ്ട്? ജ്ഞാനമുണ്ട്. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്നറിയാവോ? അല്ല, ജ്ഞാനമുള്ള ഒരു ഭാര്യയെ കിട്ടുന്നത്. ആനിച്ചേച്ചിയെ കെട്ടിയവന്റെ ഭാഗ്യം. കറക്റ്റ്. നമ്മളെയൊക്കെ കെട്ടിയവന്റെ കയ്യിൽ ബൈബിളുണ്ടോ? സത്യമാണ്. ഞാൻ ശ്രദ്ധിച്ചു കണ്ടു. ഇവിടെയൊക്കെ ബൈബിളുണ്ട്. ജ്ഞാനമുണ്ട്. കയ്യിൽ ബൈബിളില്ലാത്ത ഒറ്റ എണ്ണത്തിൻ്റെയും കയ്യിൽ എന്തില്ല? ജ്ഞാനവുമില്ല. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയാമോ? ജ്ഞാനമുള്ള ഒരു സ്ത്രീ ഭാര്യ ഉണ്ടാകുക.
ജ്ഞാനമുള്ളൊരമ്മ. അതാണ് അതാണ് ഒരു പുരുഷന് ജ്ഞാനം കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഉണ്ടോ? അപ്പോൾ കയ്യിൽ ബൈബിൾ എടുക്കാൻ ജ്ഞാനം വേണം. ഞാൻ ഈയിടെ ചങ്ങനാശ്ശേരി രൂപത, അതും ചങ്ങനാശ്ശേരിയാണല്ലോ, മണിമലയ്ക്ക് അപ്പുറം ഒരു പള്ളിയിൽ 3 ദിവസത്തെ ധ്യാനം പെരുന്നാളിനോടനുബന്ധിച്ച് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ എല്ലാ കുഞ്ഞുങ്ങളുടെയും കയ്യിൽ ബൈബിൾ. എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ടായിരുന്നു, എല്ലാത്തിനും 50 രൂപ വെച്ച് പെരുന്നാൾ കൂടാൻ കൊടുത്തു. ഓമാർക്ക് ഭയങ്കര സന്തോഷം. കാരണം ബൈബിൾ കൊണ്ടുവന്നുകൊണ്ട് 50 രൂപ എല്ലാവർക്കും കൊടുത്തു. എല്ലാ പിള്ളേരുടെയും കയ്യിൽ ബൈബിള്. പിറ്റേന്ന് ഞാൻ നോക്കിയപ്പം ഇത്ര ഉള്ളവരുത്തൻ 2 സമ്പൂർണ്ണ ബൈബിൾ ചൊന്നുകൊണ്ട് വരികയാണ്. കാരണം അവന് മനസ്സിലായി ബൈബിൾ കൊണ്ടുവന്ന പൈസ കിട്ടും. എന്നിട്ട് എന്നോട് പറയാം 2 എണ്ണം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 15 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എടുത്തു തന്നാണ് ഈ വചനം. 15 വയസ്സേ എനിക്കുള്ളൂ. സുവിശേഷം എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞ് നീ പോയി വചനം പറയാൻ. ഒരമ്മയും ഈ ലോകത്തിൽ പറയല്ല, നീ പോയി വചനം പറഞ്ഞ് പഠിച്ചതും മതിയെന്ന്. 9 രാജ്യങ്ങളിൽ കർത്താവിനെ കൊണ്ടുപോയി. 9 രാജ്യങ്ങൾ. 6 മാസം മുമ്പ് കുവൈറ്റിലായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് നിങ്ങളിരിക്കുന്ന അകലത്തിൽ 3 ദിവസം റോമിലിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. വേറെ ഒരു മാനദണ്ഡവുമില്ല ഈ സുവിശേഷവും, വേറെ ഒന്നുമില്ല. 10 വരെ പഠിച്ചിട്ടുള്ളൂ. കർത്താവ് തന്ന കൃപയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ എവിടെയാണ് ഭവനം പണിയുന്നത്? പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യൻ. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം. ഇനി ചോദിക്കട്ടെ, എന്താണ് ജ്ഞാനം? എന്താണ് ജ്ഞാനം? അത് പറയുന്ന ആൾക്ക് 100 രൂപ പ്രൈസ് കർത്താവ് തരുന്നതായിരിക്കും. ഞാൻ പൈസയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈശോ തരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വചനം പ്രഘോഷിക്കുന്നവരെയും വചനം കൊണ്ടു കിടക്കുന്നവരെയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് അമ്മച്ചി ജ്ഞാനം? തിന്മ. ഇനി ഈ ധ്യാനം തീരുന്നോടം വരെ തിന്മയെക്കുറിച്ച് എന്താണ് ജ്ഞാനം? ഈശോയാണ്. സാറിന് 100 രൂപ കേട്ടാ. പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് കറക്റ്റാണ്. എവിടെയാണ് പറയുന്നത്? 1 കൊരിന്ത്യർ 1:24 വായിച്ച്, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. സ്തോത്രം. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പോൾ ഒരാൾക്ക് ജ്ഞാനം കിട്ടിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ക്രിസ്തുവിനെ കിട്ടിയെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിനെ കിട്ടിയൊരു പെങ്കൊച്ചിനെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഇച്ചിരി അഹങ്കാരത്തോടെ പറഞ്ഞോട്ടെ. എൻ്റെ മോളുടെ വിവാഹമായിരുന്നു. അപ്പോൾ ആ പയ്യൻ പ്രീ മാരേജിന് പോയി. കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനാണ്. അപ്പോൾ അവിടെ ചെന്ന് അവനും അവൻ്റെ അപ്പനോട് പറഞ്ഞു. അവിടെ ചെന്ന് പ്രീ മാരേജ് ക്ലാസ്സെല്ലാം കൂടിക്കഴിഞ്ഞാൽ ഡയറക്ടറച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എവിടെ നിന്നാണ് കല്യാണം കഴിക്കുന്നത്? അപ്പോൾ പറഞ്ഞു രാമപുരം. പെണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ ഈ സുനിൽ എന്ന് പറയുന്ന ഒരു വചനം പറഞ്ഞു. അച്ഛൻ ചാടി എഴുന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. എടാ നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാനാണ്. ഞാനും ഓർത്തായിരുന്നു എൻ്റെ മക്കളെ കെട്ടുന്നവൻ ഭാഗ്യവാനാണെന്ന്. കറക്റ്റാണ്. കാരണം അവൾ രൂപത പ്രതിഭയാണ്. അവൾ വചനം വായിച്ചാൽ ഇവിടെ മുഴങ്ങും. 2 മക്കളുടെയും പ്രത്യേകത അതാണ്. നിങ്ങളുടെ മക്കളെ അങ്ങനെ ആക്കി എടുക്കണം. അപ്പം ജ്ഞാനം കിട്ടിയെന്ന് പറഞ്ഞാൽ ആരെ കിട്ടിയെന്നാണ്? ഉറക്കെ പറ. ഈശോയെ കിട്ടിയെന്നാണ്. അപ്പം ജ്ഞാനമെന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 വചനമാണ്, 2 യേശുവാണ്. അപ്പോൾ യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടും. ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈശോയെ കിട്ടിയാൽ എല്ലാം കിട്ടും. വീണ്ടും 1 കൊരിന്ത്യർ തന്നെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:30. ഉറവിടം അവിടുന്നാണ്. അടുത്ത വചനം, ദൈവം അവന് നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. പരിത്രാണം അതാണ്, അവിടെയാണ് പരിത്രാണം. ഈ വചനം വെച്ചാണ് വേലിക്കുടി ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനമാണിത്. അങ്ങനെയാണ് പരിത്രാണ എന്നുള്ള ധ്യാന കേന്ദ്രത്തിന് പേരിട്ടത്. ഏലിക്കുടി ചേച്ചി മരിച്ചുപോയി. വിശുദ്ധയാണ്. ഒരു പാവപ്പെട്ട സ്ത്രീ, റബ്ബർ വീട്ടുകാരിയായിരുന്നു. അത് കിട്ടിയ വചനമാണിത്. വചനം ഇങ്ങനെ വരും ഉള്ളിൽ നിന്ന്. എന്നെ ഏറ്റവും കൂടുതൽ ആത്മീയമായി വളർത്തിയ ചേച്ചിയാണ്. അവന് നമുക്ക് ജ്ഞാനവും പരിത്രാണവുമാക്കിയിരിക്കും. ജ്ഞാനം. അപ്പം ജ്ഞാനം കിട്ടിയെന്ന് പറഞ്ഞാൽ യേശുവിനെ കിട്ടിയെന്നാണ്. അപ്പം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഉറക്കെ പറ. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി? ജ്ഞാനം കിട്ടാൻ, ഈശോയെ കിട്ടിയാൽ എല്ലാം കിട്ടും. എവിടെയാണ്? റോമർ 8:32 വായിച്ച്,
സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? ഓ സ്തോത്രം! സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും. അപ്പൊ യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടും. യേശുവിനെ കിട്ടിയ എല്ലാം കിട്ടും. എല്ലാം കിട്ടും. യേശുവിനെ കിട്ടിയ എല്ലാം കിട്ടും. യേശുവിനെ കിട്ടിയാൽ മതി. എനിക്ക് റോമിൽ പോകണം, മാർപ്പാപ്പയുടെ അടുത്ത് കരിസ്മാറ്റിക്കിൻ്റെ മീറ്റിങ്ങിനാണ്, കാണാനല്ല. അപ്പം ഞാൻ എറണാകുളത്ത് അതിൻ്റെ വിസ പ്രോസസ്സിന് ചെന്നു. അപ്പോൾ കേരളത്തിലെ വലിയ ധ്യാനഗുരുക്കന്മാരും ഉള്ളൂ, വമ്പ ടീം. നിങ്ങൾ പറഞ്ഞെല്ലാം അറിയാം. നിങ്ങൾ അവിടെ ചെന്ന് എൻ്റെ വിസയുടെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പം ആ ഓഫീസർ അത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ വെച്ചാൽ എന്താ? നിങ്ങൾക്ക് ജോലിയില്ല. ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ഇല്ല, അതില്ല. അയാൾ പറയുമ്പോൾ എനിക്കൊന്നുമില്ല. ഞാൻ ചോദിച്ചു, ഈ വിസ ഇത് ആപ്ലിക്കേഷൻ ഇത് അപേക്ഷ തരുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അത് 2 or 3 കൊടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ ഒരു വാക്കും കൂടെ പറഞ്ഞു, അതാണ് ഭയങ്കരം, ഈ നിൽക്കുന്നവർക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അതാണ് ഭയങ്കരം. പുറത്തിറങ്ങിയപ്പം KCBCയിലെ ഒരാളുണ്ട്, അങ്ങേരെ എന്നെ ആശ്വസിപ്പിച്ചു. ബ്രദറിന് വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു വിഷമവുമില്ല. കാരണം നിങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് പോയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പം ആശ്വസിപ്പിച്ചു, എന്നോട് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ 15 ദിവസം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഈ കിട്ടുമെന്ന് പറഞ്ഞ ആർക്കും കിട്ടിയില്ല. എന്നെ ആശ്വസിപ്പിച്ച ആൾക്കും കിട്ടിയില്ല. പിന്നെ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ആശ്വസിപ്പിച്ചു, കാരണം എനിക്ക് കിട്ടി. എനിക്ക് കിട്ടി. ഞാൻ നോക്കുമ്പോഴുണ്ടല്ല, ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് 2 or 3 കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഓരോരുത്തർ കൊടുക്കുന്നത്. ഞാൻ ഒന്നും കൊന്ത ചൊല്ലുന്നത് തെറ്റല്ല, പക്ഷെ ഞാൻ ഈശോയുടെ നാമം ഞാൻ എടുത്തു കൊടുത്തു. ഈ 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ. കർത്താവ് എന്നെ മാർപ്പാപ്പയുടെ അടുത്ത്. എല്ലാവരും അവിടെ ലൂർദിലും ഒക്കെ പോയി, ഞാനും കൂടെ പോയി. കഴിഞ്ഞ റോമിൽ പോയി, അവർ ഷോപ്പിങ്ങിനൊക്കെ പോയി, ഞാനും കൂടെ പോയി. അവിടെ ചെന്ന് അവരെല്ലാം എടുത്തു, കാരണം അവരുടെ കയ്യിലെല്ലാം യൂറോയുണ്ട്. ഞാൻ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചു, കാരണം എൻ്റെ കയ്യിൽ യൂറോ ഇല്ല. അപ്പോൾ എൻ്റെ കൂടെ 2 ദാരിദ്ര്യവാസി ധ്യാനഗുരുക്കന്മാരും ഉണ്ട്. അവർ പറഞ്ഞു, നമുക്കിത് മേടിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇത് എടുത്തിട്ട് വെക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലേ? കോട്ടയത്ത് പോയിട്ട് എടുത്ത് വെക്കുന്ന പോലെയാണോ റോമിൽ പോയിട്ട്? അല്ല, തിരിച്ചു പോരുവാണ്. റോമിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത്. 8 കൗണ്ടറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ മാർപ്പാപ്പയെ കണ്ട് മീറ്റിങ്ങൊക്കെ കൂടി കരിസ്മാറ്റിക്ക് കൂട്ടായ്മയായിരുന്നു. ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ലൈനിൽ നിൽക്കുന്നവൻ ഒരു മലയാളിയാണ്, ചെറുപ്പക്കാരനാണ്. അവനും ഭാര്യയും 2 മക്കളും ഉണ്ട്. അപ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയി. കാരണം നമ്മൾ ഈ ഉള്ളിൽ ഈ ആത്മീയ സന്തോഷം കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ആരെ കണ്ടാലും ചിരിക്കുകയാണ്. അപ്പോൾ അവനും ചിരിച്ചു. അപ്പോൾ അവനെന്താ പ്രശ്നം എന്ന് അറിയോ? വില്ലുക്കാട്ട് 2-3 പെട്ടി, ഭയങ്കര പെട്ടി, തൂക്കിയപ്പോൾ 10 കിലോ കൂടുതൽ. അപ്പോൾ അവൻ ആ മദാമയോട് ഏതാണ്ട് പറഞ്ഞു. അവർ തലയാട്ടി. ഞാൻ ചിരിച്ചതുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചു, കേരളത്തിലേക്കാണോ? അതെ. സാറിൻ്റെ പെട്ടി കണ്ടിട്ട് അതിനകത്തൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, 2 പാൻറ്റും 2 ഷർട്ടും 1 ബൈബിളും ഉള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു, 10 കിലോ കൂടുതലാണ്, സാറിൻ്റെ പെട്ടിയിൽ വിട്ടോട്ടെ, കാരണം ഒരുപാട് ലഗേജാണ്, അതിന് ഫൈൻ അടിച്ചാൽ ഭയങ്കര തുകയാണ്. ഞാൻ പറഞ്ഞു, 10 or 20 കിലോ വിട്ടോളാൻ പറഞ്ഞു. അപ്പുറം കിടന്നപ്പോൾ പുറകിലുള്ള ധ്യാനഗുരു എന്നോട് ചോദിച്ചു, അവൻ എന്നാ പറഞ്ഞു? അവനെ അറിയാവോ? ഞാൻ പറഞ്ഞില്ല. അവൻ എന്നാ പറഞ്ഞത്? അവൻ ഇങ്ങനെ എന്നോട് ചോദിച്ചു, താൻ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു, 10 or 20 വിട്ടോളാൻ. എടോ അത് വല്ല സ്വർണ്ണമാണെങ്കിൽ നെടുമ്പാശ്ശേരി ചെല്ലുമ്പം തന്നെ അറസ്റ്റ് ചെയ്യലേ. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? അപ്പോൾ ഈ ധ്യാനഗുരു പറഞ്ഞു, തന്നെ ഉറപ്പായിട്ടും പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പിടിച്ചാൽ ഞാൻ ജയിലിൽ കിടന്ന് സുവിശേഷം പറയുന്നു, കാരണം ഞാൻ കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്തത്. ദുബായി വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ഇവൻ പോകുന്നില്ല, ഇവൻ്റെ ഭാര്യയും പിള്ളേരും പോകുന്നത്. അവൾ എൻ്റെ അടുത്ത് വന്നു. അവൾ എന്നോട് പറഞ്ഞു, സാറേ മരിച്ചാലും മറക്കിയാലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും മറക്കിയാലെന്ന് പറഞ്ഞു. കാരണം ഈ ധ്യാനഗുരുക്കന്മാർ കൃപയുള്ളവരാണ്. അപ്പോൾ അതിനകത്ത് വല്ല സ്വർണ്ണമാണെന്ന് പറഞ്ഞ് എനിക്കൊരു ചെറിയ പേടിയുണ്ട് നെടുമ്പാശ്ശേരി വരുമ്പം. അപ്പോൾ ഇവള് പറഞ്ഞു, ഈ ഉപകാരം, ഞാൻ പറഞ്ഞു, പൊന്നുമോളെ കർത്താവ് പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ്. പെട്ടെന്ന് അവൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഉപകാരം ആരും ചെയ്യല സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നേരത്തെ അറിഞ്ഞായിരുന്നേ ഞാനും. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഈശോ ചെയ്യും, ഈശോ എന്ന് പറഞ്ഞപ്പം ഇവള് ചോദിച്ചു, സാർ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാനൊരു വചനപ്രഘോഷകനാണ്. പെട്ടെന്ന് അവൾ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, കാരണം അതൊരു കരിസ്മാറ്റിക്കായിരുന്നു. അവളുടെ സന്തോഷം കാണും. പെട്ടെന്ന് അവൾ ബാഗ് തുറന്ന് കേട്ടോ, അവളെ 2-3 ബാഗ് അത് തുറന്നിട്ട് നമ്മൾ ആ മാളി വെച്ചെടുത്ത സാധനങ്ങളില്ലേ, അതെല്ലാം അവളുടെ ബാഗിനകത്ത് ഇരിപ്പുണ്ട്. അതെല്ലാം എൻ്റെ ബാഗിനകത്ത് എടുത്ത് നിറച്ച് തരുക. ഒന്നും വേണ്ടെന്നും പറഞ്ഞ് ഞാൻ അതെല്ലാം മേടിച്ചു.
എനിക്ക് ഭയങ്കര സന്തോഷം, അവൾക്കും ഭയങ്കര സന്തോഷം. എന്നിട്ടോ അവൾ പറഞ്ഞു, മരിച്ചാലും ബ്രദറിനെ മറക്കിയല്ല, തമ്പുരാൻ കൊണ്ടേ ഇരുത്തിയതാണ് അവിടെ. അത്രയും പേരുണ്ടായിട്ടേ അവളങ്ങോട്ട് പോയപ്പം എന്നെ പേടിപ്പിച്ച ധ്യാനഗുരുക്കന്മാരില്ലേ, അവർ പതുക്കെ എൻ്റെ പുറകെ കൂടി. അവരുടെ കയ്യിലും പെട്ടിയിലും ഒന്നും അവരെന്നെ അടിച്ച്. അവളെന്നാ പറഞ്ഞ്? ഞാൻ പറഞ്ഞു മരിച്ചാലും മറക്കുകയായിരുന്നാ പറഞ്ഞത്. ഇയാളെന്നാ പറഞ്ഞു? ഞാനും മറക്കുകയായിരുന്നാ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവൾ എന്തൊക്കെയോ തരുന്നത് കണ്ടല്ല. ഞാൻ പിന്നെ എനിക്ക് കിട്ടിയതെടുത്ത് കൊടുത്തേച്ച്. കിട്ടിയപ്പോൾ അവർ പറയാ പ്രൈസ് ദി ലോർഡ് ഉണ്ടോ. നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്തു എനിക്കില്ലാത്തത് കർത്താവിൻ്റെ കയ്യിലുണ്ട്. അതാണ് ഈശോയെ കിട്ടിയ എല്ലാം കിട്ടും. ഈശോയെ കിട്ടണം ഉണ്ടോ. ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, ഈശോയെ കിട്ടണം. ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. അപ്പോൾ എൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അടുത്ത വചനം വളരെ ശ്രദ്ധിച്ചോണേ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ശ്രദ്ധിച്ചേ, രണ്ട് വീടിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടും മനോഹരമായി പണിത വീടാ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവരാരും ഒരു പാപം ചെയ്തതായിട്ട് വചനം പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് വീടിൻ്റെയും പ്രത്യേകത എന്നറിയോ? ഒരു വീട് പണിത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണ്. ഒന്ന് പണിതേക്കുന്ന എവിടെയാണെന്നറിയോ? മണൽപ്പുറത്താ. അവർ വചനം കേട്ടില്ല. ഇപ്പം തന്നെ ഈ ദേശം എന്തോരം വീടുകളും എല്ലാം ക്രിസ്തീയ ഭവനങ്ങളല്ലേ ഈ നാട്ടിൽ. കർത്താവ് ഒരുക്കിയ ആലയമല്ലേ ഇത്. ഇവിടെ വന്നിരുന്ന് ദൈവം എല്ലാവർക്കും അവസരവും സാഹചര്യവും കൊടുക്കും. ഇത് അവസരമാണ്. നാളെ ഈ അവസരം കിട്ടിയെന്ന് വരില്ല. എൻ്റെ അപ്പച്ചന് 5 വർഷം വീൽ ചെയറേൽ. ഇടയ്ക്ക് എന്നെ കാണുമ്പം അപ്പൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വരും. വേറെ ഒന്നും കൊണ്ടല്ല, അപ്പൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. വിശുദ്ധനാണ് എൻ്റെ അപ്പൻ. അപ്പൻ്റെ അടുത്ത് വന്ന് ആര് പ്രാർത്ഥിച്ചാൽ അവർക്ക് കൃപ കിട്ടും. അതുകൊണ്ട് അപ്പൻ കരയുന്നത് അതുകൊണ്ടാണ് കേട്ടാ. അപ്പന് ഈ ചോറുണ്ടിട്ട് കഴുകണമെന്ന് ആഗ്രഹമുണ്ട് പാത്രം. അപ്പച്ചൻ്റെ പ്രത്യേകത രാവിലെയും വൈകിട്ടും കുളിക്കുമായിരുന്നു. 2 പറമ്പിൽ പണിയാൻ പോകുമ്പോൾ ഷേവ് ചെയ്ത് പൗഡർ ഇട്ടിട്ട് പറമ്പിൽ പണിയാൻ പോകും. അങ്ങനത്തെ ഒരു അപ്പനായിരുന്നു. അപ്പോൾ എന്നോട് അപ്പച്ചൻ മരിച്ചപ്പോൾ 2 അച്ഛന്മാർ പറഞ്ഞു ഞങ്ങൾ പ്രസവിച്ചോളാം. കാരണം അപ്പച്ചനെ അത്രയും ഇഷ്ടമാണ്. എൻ്റെ അപ്പം വിശുദ്ധനാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പക്ഷെ അപ്പൻ്റെ ഏറ്റവും 5 വർഷം വീൽ ചെയർ. അപ്പം അന്ന് എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. സാഹചര്യം അനുകൂലമാകുമ്പോൾ മാക്സിമം ചെയ്തോണം. നാളെ സമയം കിട്ടിയെന്ന് വരികയല്ല. ഇപ്പം എന്തോരം നന്മ ചെയ്യാവോ അത്രയും ചെയ്തോണം കേട്ടാ. ഇന്ന് തന്നെ പോകുമ്പോഴേ ചെയ്തു തുടങ്ങിക്കോ. കയ്യിലൊക്കെ ഉള്ളത് കൊടുത്തു, മാക്സിമം ചെയ്തോ. എന്തോരം ചെയ്യാവോ, ഭക്ഷണമായ എന്ത് കാര്യമാണെങ്കിലും മാക്സിമം ചെയ്യും. നിങ്ങൾ എല്ലാവർക്കും എടുത്ത് കൊടുക്ക്. നാളെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിലുമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എത്ര പേരെൻ്റെ അടുത്ത് നിന്ന് കരയുന്നുണ്ടെന്നറിയോ? ബ്രദറെ പറ്റുന്നില്ല ബ്രദറെ. അവിടെയാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ എവിടെയാണ് പണിതിരിക്കുന്നത്? പാറമേൽ. ഒരാൾ പണിതിരിക്കുന്നത് എവിടെയാണ്? മണൽപ്പുറത്ത്. ഇനി ശ്രദ്ധിച്ചേ, 2 ഭവനത്തിനും മേലും ഒരേ കാര്യമാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആഞ്ഞടിച്ചു. ശ്രദ്ധിക്കണം, ക്രിസ്തുവിൽ പണിയാത്തതെല്ലാം തകർന്നു വീഴും. ഉണ്ടോ? സുവിശേഷം പറയുന്ന സുനിലാണെങ്കിലും ഈ വൈദികരായി ആരായിക്കൊള്ളട്ടെ, സന്യസ്തരായിക്കൊള്ളട്ടെ, അവരുടെയും ജീവിതത്തിൽ മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാവും, കാറ്റ് ആഞ്ഞടിക്കും. ക്രിസ്തുവിൽ പണിയാത്തതെല്ലാം നിലം പൊത്തും. അതിന് മാറ്റമില്ല. ക്രിസ്തുവിൽ പണിയാത്തതെല്ലാം. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ക്രിസ്തുവിലാണോ നിങ്ങൾ പണിയുന്നത്? അതാണ് ചോദ്യം. ഈ വചനം അനുസരിച്ചാൽ മതി. അപ്പൊ എവിടെയാണ് പണിയുന്നത്? ക്രിസ്തുവിലാണ്. ഒരു ഉദാഹരണം പറയാം. തൃശ്ശൂരാണ്, ഫെഡറൽ ബാങ്കിന്റെ മാനേജറാണ്. അയക്ക് 2 പെൺപിള്ളേർ. ഇപ്പോഴല്ല, 10-12 വർഷം മുമ്പാണ്. 2 പെൺപിള്ളേർ. മൂത്ത മോള് IT കമ്പനിയുടെ മാനേജറാണ് ബാംഗ്ലൂര്. ഒരു ദിവസം ഈ മനുഷ്യന്റെ ഫോണിലേക്ക് ഒരു കോള്. എന്താണെന്നറിയോ? നിങ്ങളുടെ മകൾ അപകടത്തിലാണ്, ശ്രദ്ധിക്കണം. എന്നിട്ട് കോള് കട്ട് ചെയ്തു. തിരിച്ചു വിളിച്ചിട്ട് കോള് പോകുന്നില്ല. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ആരോ കളിപ്പിക്കാൻ ചെയ്താണ്. അല്ല പിന്നെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, തിരിച്ചു വിളിച്ച് എടുക്കണ്ടേ. എങ്കിലും അന്ന് വൈകിട്ട് മോള് വിളിച്ചപ്പോൾ അപ്പം പറഞ്ഞു, മോളെ വല്ല പ്രേമോ ബന്ധമോ ഉണ്ടെങ്കിൽ അപ്പനോട് പറയണം, അപ്പം നടത്തി തന്നേക്കാം. അപ്പോൾ ഇവള് പറഞ്ഞു, ഇല്ല പപ്പ, ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. സത്യമാണ്. ഈ അപ്പൻ അത് വിശ്വസിച്ചു. കാരണം അപ്പൻ വചനം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്, കൃപയുള്ള അപ്പനാണ്. പക്ഷെ വൈകിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ സെയിം കോള്, ആദ്യം വിളിച്ച കോള്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മകളോട് പറഞ്ഞല്ലേ?
അയാൾ ഞെട്ടിപ്പോയി. സത്യമല്ലേ? എന്നിട്ട് കോള് കട്ട് ചെയ്ത്. കൃപയുള്ള അപ്പൻ്റെ പ്രത്യേകത എന്ന് പറയൂ, അയാൾ അന്നേരം കാറെടുത്തു. ആരോടും ഭാര്യയോട് പോലും പറഞ്ഞില്ല. നേരെ ജെറൂസലേം എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ ആരാധന ചാപ്പലുണ്ട്, ഇവിടെയുണ്ട് ചാപ്പല്. അയാളെ കാറെടുത്തിട്ട് ചാപ്പലിൽ വന്ന് ഈശോയുടെ അടുത്ത് വന്നു. ഉണ്ടോ? അതാണ് കർത്താവ്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അയാൾ 1 മണിക്കൂർ അവിടെ ഇരുന്ന് അയാൾ കരഞ്ഞു. കർത്താവിനോട് അയാൾ വേദന പറഞ്ഞു. കറക്റ്റ് 1 മണിക്കൂർ മിച്ചം കഴിഞ്ഞപ്പം അവിടുത്തെ പട്ടത്തച്ഛൻ എന്ന് പറയും, അച്ഛൻ അതിലെ കടന്നു പോവുക. ഇയാൾ ഓടി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു, സാറേ ആ കോള് കളിപ്പിക്കാനല്ല, അത് കറക്റ്റാണ്. മോളെന്തോ പ്രേമക്കെണിയിലാണ്. സാർ ഒരു കാര്യം ചെയ്യും, സാറിൻ്റെ കാറുമായിട്ട് പോകരുത്. സാറ് കാറ് ഒന്നെങ്കിൽ ഇവിടെ ഇട്, വീട്ടിൽ പോലും പറയണ്ട, തൃശ്ശൂരിൽ നിന്ന് ഒരു ടാക്സി വിളിക്കുക, നേരെ ചെല്ലുക, അമ്മയ്ക്ക് ചെറിയ ആക്സിഡൻ്റ് എന്ന് പറയുക, ICUലാണ്, നിന്നെ കാണണം, കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ ധ്യാനമെന്ന് പറഞ്ഞു. അയാളതും ഈ അമ്മയ്ക്ക് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ ചാടി കയറിയത്. കാരണം അപ്പം പറഞ്ഞപ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലായ അപ്പന് കാര്യം. അപ്പൻ കൃപയുള്ള അപ്പനാണേ, ചുമ്മാ അങ്ങനെ പറയില്ല. അമ്മയ്ക്ക് ആക്സിഡൻറ്റ് കറക്റ്റാണ്. അവൾ പാഞ്ഞു വന്ന് ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, ധ്യാനത്തിന് അവിടെ ഞാനുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചോളൂ, സൊല്ല ഇങ്ങനൊരു സംഭവമുണ്ട്, ഇനി കേൾക്കണോ? 3-ാമത്തെ ദിവസം അവൾ അപ്പൻ്റെ അമ്മയുടെ അച്ഛന്മാർ നിൽക്കുമ്പോൾ അപ്പൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട്. എന്താ സംഭവം എന്നറിയോ? അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഈഴവ പയ്യനുമായിട്ട് ഇവൾ പ്രണയത്തിലായി. അവിടെ വന്നേക്കുന്നതാണ്, തട്ടിപ്പാണ്. എന്നിട്ടോ ഈ അപ്പൻ ചെല്ലുന്നതിൻ്റെ പിറ്റേന്ന് ഇവൻ കൊണ്ടുപോയി അടിമാലി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണോ, അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ആ ബന്ധം അവിടെ വെച്ച് ഉപേക്ഷിച്ചു. എന്നിട്ട് ഞാൻ പോയി അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടു, എന്നെയും വേറെ ആളെയും കൂടെ പറഞ്ഞു വിട്ടു. ഇവൻ്റെ വീട്ടിൽ അമ്മ വില്ലേജ് ഓഫീസറാണ് ഇവൻ്റെ അമ്മ. ഇവൻ വെട്ടും കൊല്ലും കത്തിക്കും എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ അമ്മ നല്ലൊരു സ്ത്രീയാണ്. അവർ പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവിടെ വെച്ച് ആ ബന്ധം അവസാനിപ്പിച്ച്. പെട്ടെന്ന് ഞാൻ ഓർത്തു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആഞ്ഞടിച്ചു. അടിക്കുകയല്ല, ഇത് ആഞ്ഞടിച്ചു. വീണോ? ഇല്ല, വീഴാൻ കർത്താവ് അനുവദിക്കില്ല. കാരണം ഈ അപ്പൻ പണിത് വെച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നീ മനസ്സിൽ കുറിച്ചിട്ടോ, ക്രിസ്തുവിൽ പണിയാത്തതെല്ലാം തകർന്നു വീഴും. അതിന് മാറ്റമില്ല. സെയിം സംഭവം തൊടുപുഴ വാഴക്കുളം. അപ്പന് പൈനാപ്പിൾ ബിസിനസ്, ബോംബെക്ക് കെട്ടി വിടുവാണ് അപ്പൻ. 2 മക്കൾ, കോടീശ്വരൻ. അയാളുടെ മകളെ ജർമ്മൻ പഠിപ്പിക്കാൻ എവിടെ വിട്ട്? എറണാകുളത്തിന് കാർ ഡ്രൈവറുടെ കൂടെ. 20 വയസ്സ് വ്യത്യാസം ഡ്രൈവർക്കും ഇവൾക്കും തമ്മിൽ. അത് തന്നെയാണോ? അയാളുടെ കാർ ഡ്രൈവറാണ്. ഇവനെ മതി. അവസാനം അസീസി കൊണ്ടുവന്നു, ഭരണജ്ഞാനത്ത്. അപ്പനും മകളും കൂടെ വന്നിരിക്കുകയാണ്, കൗൺസിലിംഗ് നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ കൊച്ചിനെ ശ്രദ്ധിച്ചു. ഇവള് ധ്യാനത്തിന്റെ മുഴുവൻ സമയവും തല കുമ്പിട്ടിരിക്കും. ഒരു വചനം പോലും അവളുടെ ചെവിയിൽ കയറിയിട്ടില്ല. അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കും കൊച്ചിനെ ധ്യാനത്തിന് വിട്ടാൽ പെട്ടെന്ന് ധ്യാനം കേൾക്കും. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. ഇനി കേൾക്കണോ? 3-ാമത്തെ ദിവസം രാവിലെ കാപ്പി കഴിഞ്ഞപ്പം അവൾ ഗേറ്റ് ചാടി ഇറങ്ങി ഓടിപ്പോയി. അവൾ പറഞ്ഞു, എനിക്കിത് കേൾക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവനെ മതി. ഞാൻ നോക്കുമ്പോൾ ആ അപ്പൻ ഭ്രാന്തനെ പോലെ അതിൽ നടക്കുന്നു, ഭ്രാന്തനെ പോലെ. അയാൾ പറഞ്ഞു, വാക്ക് കേൾക്കണോ? അതാണ് ഭയങ്കരം. അയാൾ പറഞ്ഞു, ബ്രദറേ, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, എൻ്റെ കുഞ്ഞെന്നോട് ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. അടുത്ത വാക്ക് കേൾക്കണോ? അയാൾ പറയാണ്, മനസാക്ഷി വിട്ട് ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. മനസാക്ഷി വിട്ട് ഞാൻ ആർക്കും ഒരു ഉപദ്രവവും. ഞാൻ ചോദിച്ചു, ഉപകാരോ? അതും ചെയ്തിട്ടില്ല. അപ്പൊ ഉപദ്രവവും ഇല്ല, ഉപകാരവും ഇല്ല. നല്ല മനുഷ്യനാണ്. ഇവിടെ അതിരമ്പഴേ നല്ല മനുഷ്യരുണ്ടോ? ഇവിടെ നല്ല മനുഷ്യരേ ഉള്ളൂ. ഉപദ്രവവും ഇല്ല, ഒരു ഉപകാരവും ഇല്ല. ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇവൻ പറയും, എനിക്കൊട്ടും വേണ്ടതാനും എനിക്കൊട്ട് കൊടുക്ക. കറക്റ്റ്. ഇവൻ ദുഷ്ടനാണ്. ഉണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, മനസ്സിൽ കുറിച്ചിട്ടോ നീ എവിടെയാണ് നീ പണിയുന്നത്? എവിടെയാ പണിയുന്നത്? ക്രിസ്തുവിലാണോ? ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. ക്രിസ്തുവിൽ പണിയാത്തതെല്ലാം തകരപ്പെടും. ഉണ്ടോ? ഇനി ശ്രദ്ധിച്ചോണം, യേശു പഠിപ്പിച്ചതെല്ലാം ദൈവരാജ്യത്തെ നിത്യജീവനെ കുറിച്ചാണ്. ഈശോയും മണ്ണിന്റെ ഒരു പാഠവും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ വസ്തു വിൽക്കുവോ, അത് കിട്ടുവോ, ഇത് കിട്ടുവോ, ഈ പണി നിർത്ത്. കുറേ പ്രാർത്ഥനക്കാരുമുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ആ കാറ് കിട്ടുന്നു, ലോറി കിട്ടുന്നു, വീട് കിട്ടുന്നു. ഈ പരിപാടി നിർത്തി. ഇതല്ല ധ്യാനം. ഇതാണ് ധ്യാനമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു?
ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ എപ്പോഴും ഓർക്കും, ഇന്ന് വരെ ഒരാളും എന്നോട് വന്നിച്ച് ബ്രദറെ സ്വർഗത്തിൽ പോകണം ഒന്ന് പറഞ്ഞു തരാമോ? പറയില്ല, ചോദിച്ചിട്ടില്ല. കൊച്ചിന് അഡ്മിഷൻ കിട്ടുമോ, ജോലി കിട്ടുമോ? ഇല്ലെങ്കിൽ ആള് വരികയില്ല, വരണ്ടെന്നേ. എന്തിനാണ് ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം? ഈശോ ഒരു കാര്യം ഈശോ പഠിപ്പിച്ചിട്ടില്ല ഭൗതിക കാര്യങ്ങൾ. എന്നോർത്ത് ഭൗതികം വേണ്ടെന്നല്ല, എല്ലാം കർത്താവ് തരും. ഞാൻ എത്ര സമ്പന്നനായിട്ടാണ് ജീവിക്കുന്നത്. കർത്താവ് എന്തെല്ലാം കൃപ. ഈയിടെ എന്നെ ഫ്ലൈറ്റേ കയറ്റി വിട്ടു. എമറൈസ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് കയറ്റി വിട്ടത്. ദുബായിൽ നിന്ന് ധ്യാനം കഴിഞ്ഞപ്പോൾ എമറൈസിൽ മാത്രമല്ല, അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കാരണം ധ്യാനം കൂടിയ അഗസ്റ്റിൻ ചേട്ടൻ, അയാൾ അതിൻ്റെ മാനേജറാണ്. അയാൾ അച്ഛനോട് അച്ഛാ ഞാൻ സുനിലിനെ കയറ്റി വിട്ടോളാം ഫസ്റ്റ് ക്ലാസ്സിൽ. അയ്യോ, ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു സെക്കൻഡ് ക്ലാസ്സിൽ വിട്ടാൽ മതി. കാരണം എന്താണെന്നറിയോ, ഈ അതിനകത്ത് കയറുമ്പോൾ ഒരു പേപ്പർ തരും, അത് പൂരിപ്പിക്കണം. അത് പൂരിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ കയറി ചെന്നപ്പോഴോ അയ്യോ, അതിൻ്റെ സ്വിച്ച് ഇട്ടാൽ മതി, സീറ്റൊക്കെ ഇങ്ങനെ നീണ്ടുവരും. 3 എയർ ഹോസ്റ്റസാണ് ഒരു VIP. ഒരുത്തി ഒപ്പിത്തരും, ഒരുത്തി വീശിത്തരും. എന്നോട് വന്നിട്ട് ചിരിച്ചോണ്ട് ചോദിച്ചു എന്നാ വേണമെന്ന്. ഇംഗ്ലീഷിലാണ് ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അടുത്തിരുന്ന ആള് ഒരു സംഗീത സംവിധായകനാണ്. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു എന്നാ പറഞ്ഞതെന്ന്. അയാൾ ചോദിച്ചു എന്നാ വേണമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു നല്ലതെല്ലാം പോട്ടെ എന്ന് പറയുമ്പോൾ. കർത്താവ് എല്ലാം തരും പ്രിയപ്പെട്ടവരെ. പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത്? ഈശോ പഠിപ്പിച്ചതെല്ലാം നിത്യജീവനെ കുറിച്ചാണ്. എന്താണ് നിത്യജീവൻ? എന്താ നിത്യജീവൻ? കറക്റ്റ്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സ്തോത്രം. മരിച്ചാലും മറന്നേക്കരുത്. എന്താണ് നിത്യജീവൻ? ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? അറിയാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. നമുക്ക് യേശുവിനെ അറിയാം. യേശുവിനെ എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ടവര്. യേശുവിനെ എല്ലാവർക്കും അറിയാം. ഇപ്പം നിരീശ്വരവാദിയോട് ചോദിച്ചാൽ അവർ ക്രിസ്തുവിനെ കുറിച്ച് പറയും. അത് അറിവാണ്, അത് വേണം. എന്താണ് അറിയുക എന്ന് പറഞ്ഞാൽ? അറിയുക വലിയ അർത്ഥമുണ്ട്. ദൂതൻ വന്ന് മറിയത്തോട് പറഞ്ഞപ്പോൾ മറിയ എന്താ പറഞ്ഞ? പുരുഷനെ ഞാൻ അറിയുന്നില്ല. ഈയിടെ എൻ്റെ ഭാര്യ കോട്ടയത്തുനിന്ന് പാലായിക്ക് പോരുവാണ്. അവളുടെ അടുത്തൊരു അമ്മച്ചി ഇരിപ്പുണ്ട്. അമ്മച്ചി ചോദിച്ചു കൊച്ചിൻ്റെ വീട് എവിടെയടി? അവൾ പറഞ്ഞു പാലാ രാമപുരം. രാമപുരത്താണോ? അതെ. അവിടെ വചനം പറയുന്ന ഒരു സുനിലുണ്ടല്ലോ, നീ അറിയുമോ? അവൾ പറഞ്ഞു ഞാൻ അറിയും. പെട്ടെന്ന് അമ്മച്ചിയോട് അവൾ ചോദിച്ചു അമ്മച്ചി അറിയോ? അറിയുമെന്നോ? 2 മാസം മുമ്പ് അവൻ്റെ ധ്യാനം ഭരണങ്ങാനം അസീസി കൂടിയതാ. കാണാൻ ചെന്നപ്പത്തിന് അവൻ ഇറങ്ങി ഓടിപ്പോയി. അമ്മച്ചി ചോദിച്ചു നീ കാണാറുണ്ടോ? അവൾ പറഞ്ഞു ഇന്ന് രാവിലെയും കണ്ടായിരുന്നു. പെട്ടെന്ന് അമ്മച്ചി ചോദിച്ചു അത്രയ്ക്ക് അടുത്താണോ? അപ്പോൾ അവൾ പറഞ്ഞു ആ മനുഷ്യൻ എൻ്റെ കെട്ടിയവനാണ്. അത് പറയുകയും KSRTC ബസ്സേലാണെന്നൊന്നും ഓർക്കാതെ അമ്മച്ചി കയറി അവളെ വട്ടം അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കവളത്തൊരു 5-6 ഉമ്മയും ഒരു കടിയെല്ലാം കൂടെ. എപ്പോഴാണ് ഉമ്മയും കടിയും കിട്ടിയത്? കെട്ടിയവനാന്ന് അറിഞ്ഞപ്പോൾ. എന്താ കാരണം? വചനം അറിയാന്ന്. വിവാഹമെന്ന കുദാശയിൽ ഇനിമേൽ 2 അല്ല, 1 ഉണ്ടോ എന്ന് വെച്ചാൽ അർത്ഥം എന്നറിയോ? ഭർത്താവാന്ന് പറഞ്ഞപ്പോ അമ്മച്ചിക്ക് മനസ്സിലായി എന്താണ് ഇവർ 2 അല്ല 1. അപ്പൊ അമ്മച്ചിക്ക് ആരെ കാണുന്ന പോലെയാ തോന്നിയത്? സുനിലിനെ കാണുന്ന പോലെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് കെട്ടിപ്പിടിച്ചത്, ഉമ്മ കൊടുത്തതും. കണ്ടോ? അപ്പൊ എന്താണ് അറിയുക എന്ന് പറഞ്ഞാൽ ഒന്നാകുക. അപ്പൊ എന്താണ് നിത്യജീവൻ? ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെ അറിയണം, ഒന്നാകണം. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇന്നത്തെ പ്രശ്നം ഇവിടെ ഒന്നാകിയല്ല. അത് കഴിഞ്ഞ് എപ്പോഴാണ് സ്വർഗത്തിൽ പോകണമെന്ന് ചിന്തിക്കുന്നത്? സാറേ, എപ്പോഴാണ് സ്വർഗത്തിൽ പോകണമെന്ന് സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്? കേട്ടില്ല? മരണസമയത്തല്ല, ICU കിടക്കുമ്പോൾ. കറക്റ്റ്. ഉണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ICU കിടക്കുന്നവർ അവിടെ കിടന്ന് മരിക്കട്ടെ. കാരണം സമയം കഴിഞ്ഞു പോയി സാറേ, സമയം കഴിഞ്ഞു പോയി. ശ്രദ്ധിച്ചേ, ഒരാഞ്ഞിലി മരം എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുമോ വെട്ടുമ്പോൾ അങ്ങോട്ട് വീഴും. ഉണ്ടോ? എവിടേക്ക് ചാഞ്ഞു നിൽക്കുന്നോ അവിടേക്കേ വീഴുള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന മരിക്കുന്ന സമയത്ത് എല്ലാം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരു കുമ്പസാരവും നടത്തി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകില്ല. ആര് പറഞ്ഞു നിങ്ങളോട് പോകും? എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നോ അങ്ങോട്ടേ വീഴത്തുള്ളൂ. ഞങ്ങളുടെ കോതമംഗലത്ത് ഒരു സ്വർണ്ണക്കടക്കാരനാണ്, ഭയങ്കര സ്വർണ്ണക്കടയാണ്. അപ്പനായിട്ട് സ്വർണ്ണക്കടയാണ്. ഇയാൾ മരിക്കാൻ കിടക്കും. 9 ആൺപിള്ളേരും മരിക്കാൻ കിടക്കുകയാണ്. ബോധമൊക്കെ പോയി.
മക്കള് എന്ത് ചെയ്ത് പ്രാർത്ഥനക്കാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് ബോധം തെളിഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ മക്കൾക്ക് സന്തോഷം, കുമ്പസാരിക്കാനോ വല്ലതും ആയിരിക്കും. അപ്പം ചോദിച്ചു, വർക്കി എന്തിയടാ? വർക്കി മൂത്ത മകനാണ്. ഇളയവൻ പറഞ്ഞു, അപ്പാ തലയ്ക്ക് നിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജോസോ രണ്ടാമൻ കാൽക്കലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മാത്യു എന്തിയടാ? മൂന്നാമൻ, അവൻ ഇടതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചാക്കോ നാലാമൻ, അവനെന്തി വലതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കടയിൽ ആരും ഇല്ലടാ എന്ന് ചോദിച്ചിട്ട് മരിച്ചെന്നാ പറയുന്നു. ഓർത്തു നോക്കിക്കേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞ് കുരിശും കൊണ്ടേ വെച്ച് കൊന്നേം ചൊല്ലി കുറെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച സ്വർഗ്ഗം പോകില്ല. ഇവിടെ ഒന്നാകാതെ മുകളിൽ ഒന്നാവില്ല. കണ്ടോ, ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, ക്രിസ്തുവിനെ നേടിയെടുക്കണം. സമയം തീരും, അതുകൊണ്ടാണ്. ക്രിസ്തുവിനെ നേടിയെടുക്കണം. എന്നിട്ടോ അവനും നീയും ഒന്നാകണം. ക്രിസ്തുവിനെ അതാണ് കൊളോസസ് എടുത്ത് ഫിലിപ്പി 3:8-9 വായിച്ചു. 8-9 വചനം വായിച്ച്. ഫിലിപ്പി 3:8-9. ഇവ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അടുത്ത വചനം, അവനെ പ്രതി സകലതും ഞാൻ നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. വായിച്ചോ. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടാൻ. കണ്ടോ, അപ്പൊ ഒന്നാകണമെങ്കിൽ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? നേടിയെടുക്കണം. ചുമ്മാ അറിഞ്ഞാൽ പോരാ, അവനെ നേടിയെടുക്കണം. നീ ജീവിതം കൊണ്ട് നേടിയെടുത്തോ? അതാണ് ചോദ്യം. ഈശോയെ നേടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ട്? ബെന്നി പുന്നത്ര, ശാലോ, ഞാൻ 800 പേർക്ക് ധ്യാനം നടത്തി കൊടുത്തതാണ് കൊറോണയ്ക്ക് മുമ്പ്. ആരായിരുന്നു ബെന്നി? ബെന്നി ഫെഡറൽ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. ധ്യാനം കൂടി ഈശോയെ കിട്ടിയപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം ഈശോയുടെ ശുശ്രൂഷകനായിട്ട് മാറണം, ഈശോയെ പ്രഘോഷിക്കണം. അതിന് അവൻ വില കൊടുത്തത് എന്താണെന്നറിയോ? തൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചു. തൻ്റെ ജോലി. സ്റ്റെല്ല എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. ടീച്ചറായിരുന്നു. എവിടെ? ഊന്നുകല്ല് സ്കൂളിലെ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഞാനും ജോലി രാജിവെക്കുക. അവൾ ജോലി വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് വാടക വീട്ടിൽ എന്നോട് പറയാം, ബ്രദറെ വാടക കൊടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷെ നിങ്ങൾക്കറിയണോ, ഞാനവിടെ 800 സ്റ്റാഫിന് ജോലി കൊടുത്തേക്കുന്നു. ഇനി നിങ്ങൾക്കറിയണോ, ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ സാറ് പറയാം, മാത്യു സാറ് പറയാം, ബ്രദറെ 1 മാസം 1 കോടി രൂപ വേണം. അന്ന് 1 കോടി. കറക്റ്റ് 30-ാം തീയതി അക്കൗണ്ടിൽ പൈസ വരും. 800 പേർക്ക് ജോലി കൊടുത്തു. ഇന്ന് ബെന്നി പുന്നത്തറ, ശാലോ, നിങ്ങൾ നോക്കിക്കേ. നമ്മൾ നോക്കിയിട്ടൊരു പത്രം നടത്താൻ കിതക്കുക. 10 പൈസയുടെ ഇൻകം ഇല്ലാതെ ലോകം മുഴുവനും ആ ചെറുപ്പക്കാരൻ സുവിശേഷം കൊടുക്കുന്ന കണ്ടോ? എന്താ കാരണം? ബെന്നി ക്രിസ്തുവിനെ നേടിയെടുത്തപ്പോഴോ ബെന്നിയും ക്രിസ്തുവും ഒന്നായി. അപ്പോഴെന്താ പറ്റുന്നറിയോ? ബെന്നിക്കില്ലാത്ത ആരുടെ കയ്യിലുണ്ട്? ഈശോയുടെ കയ്യിലുണ്ട്. ബെന്നി ദരിദ്രനാണെങ്കിൽ ഈശോ ആരാണ്? സമ്പന്നനാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നീ ക്രിസ്തുവിനെ നേടിയെടുത്താൽ നീ ദരിദ്രനാണെങ്കിൽ അവൻ സമ്പന്നനാണ്. നീ രോഗിയാണെങ്കിൽ അവൻ വൈദ്യനാണ്. നീ പാപിയാണെങ്കിൽ അവൻ പരമപരിശുദ്ധനാണ്. അവനും നീ ഒന്നായാൽ ഈ മണ്ണിൽ അപമാനിക്കപ്പെടാൻ നിന്റെ കർത്താവ് അനുവദിക്കില്ല. ഈ മണ്ണിൽ തകരപ്പെടാൻ നിന്റെ കർത്താവ് അനുവദിക്കില്ല. ഈ മണ്ണിൽ അപമാനിക്കപ്പെടാനോ തകരാനോ നശിക്കാനോ നിന്റെ കർത്താവ് അനുവദിക്കില്ല. തലമുറകളോളം കർത്താവ് നിന്നെ കരുതും. ജീവിതത്തിൽ എവിടെ ചെന്നാലും അവന്റെ കരം നിന്റെ മേലുണ്ടാകും. നീ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. ജീവിതത്തിലുടനീളം കർത്താവ് നിന്നെ സ്നേഹിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രാർത്ഥിച്ച് എനിക്ക് യേശുവിനെ നേടിയെടുക്കണം. അവനെ പ്രതി സകല ഉച്ഛിഷ്ടം പോലെ കരുതാൻ. ഞാൻ 84 നവീകരണത്തിൽ വന്നു. 96 എൻ്റെ വിവാഹം. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഒരുപാട് നഷ്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്നും ചാപ്പലിരുന്ന് പോകർത്തു. എന്നോട് ചില ചോദിച്ചിട്ടുണ്ട്, താൻ എങ്ങനെ ജീവിക്കുമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. 15 വയസ്സിലാണ് ഞാൻ സമർപ്പിച്ചത്. 18 വയസ്സിൽ സുവിശേഷം പറയാൻ തുടങ്ങി. സത്യം പറയട്ടെ, അന്നൊക്കെ വിവാഹം ആലോചിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പെണ്ണ് തരാതെ. എന്താണ്, തനിക്കൊരു ജോലിയില്ല, അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഏതെല്ലാം തരത്തിൽ അവമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയോ? പക്ഷേ ഇന്നും എനിക്കറിയാം, എൻ്റെ കർത്താവാണ് എൻ്റെ ജീവൻ, എൻ്റെ കർത്താവാണ് എൻ്റെ സർവസ്വം. അതിനെ പ്രതി ഇനി പെണ്ണ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ജീവിതത്തിലൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അന്നത്തെ അപ്പം കിട്ടിയാൽ ഇത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. പക്ഷേ കർത്താവ് എല്ലാം എനിക്ക് തന്നു പ്രിയപ്പെട്ടവരെ. ഈ മണ്ണിൽ എവിടെയൊക്കെ എൻ്റെ മക്കൾ, ഞാൻ ഓർക്കും കേട്ടോ, ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം ഇടങ്ങളിൽ ഈ കൊറോണ കാലത്താണ് കർത്താവിനെ ഏറ്റവും കൂടുതൽ പോറ്റിയത്. ഒരു ദിവസം ഞാൻ ഓർക്കുന്നത്, കോട്ടയത്ത് നവജീവനിലെ തോമസ് ചേട്ടൻ വണ്ടിയിൽ 1 ചാക്ക് അരി കൊടുത്തു വിട്ടിരിക്കുന്നു.
എന്നിട്ട് ചോദിച്ചത് സുനിൽ ബ്രദറിൻ്റെ വീടാണോ? അതെ. ഇത് തോമസ് ചേട്ടൻ തന്നു വിട്ടാന്ന് പറഞ്ഞ് ഊരുചാക്കാരി. ഞാൻ ഓർത്ത് കേട്ടോ, അന്നം പോലും കർത്താവ് തന്നെ പോറ്റി. എന്തുമാത്രം നന്മകൾ കർത്താവ് തന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നീ കർത്താവിനെ സ്വന്തമാക്കിയാൽ ഈ മണ്ണിൽ നീ ഉയർത്തപ്പെടും, ഈ മണ്ണിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഒന്നും മാത്രം മതി, എൻ്റെ യേശു മതി. യേശു ഇല്ലാത്തൊരു ജീവിതം ഇനി എനിക്കുണ്ടാകരുത്. എൻ്റെ കർത്താവിനെ മുറുകെ പിടിക്കണം, എൻ്റെ കർത്താവിനെ ഏറ്റുപറയണം. ഇന്നലെ ഞാൻ ഏറ്റുമാനൂര് KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നിങ്ങളെപ്പോലൊരു സ്ത്രീ അവർ വന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, മനസ്സാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ കർത്താവിനെ കുറിച്ച് അവിടെ പ്രഘോഷിക്കുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുക, നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ആ സ്ത്രീ പച്ചയായിട്ട് ആ ജനത്തോട് പറയുക, മനസ്സാന്തരപ്പെടുവിൻ, കർത്താവ് കടന്നു വരുന്നു. എന്നിട്ട് പറയുകയാണ് യേശുവിനെ കുറിച്ച്. എത്ര മനോഹരമായിട്ടാണ് ആ സ്ത്രീ വിളിച്ചു പറയുന്നത്. ചിലർക്ക് തോന്നിയിട്ട് കാണും ഇവർക്ക് വട്ടാണെന്ന്. അവർക്ക് വട്ടല്ല, അവർ പറയുന്നത് ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാ. നമ്മുടെയൊക്കെ പ്രശ്നം എന്നറിയോ? നമുക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, എങ്ങനെയും മക്കളുടെ കാര്യം നടക്കണം, ഭർത്താവിൻ്റെ കാര്യം നടക്കണം, കടബാധ്യത വീഴണം. ഇതൊക്കെ വിട്ടുകളാ. ഇതിനപ്പുറം നിങ്ങളുടെ കണ്ണ് കർത്താവിൽ പതിയട്ടെ. അപ്പോൾ കർത്താവ് നിങ്ങളെ പൊക്കിയെടുക്കും. പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണമേ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവരാജ്യം വളരണം, അനേകർ അനുഗ്രഹിക്കപ്പെടണം. ഇത് കൃപയുടെ കാലഘട്ടമാണ്. തട്ടിക്കളയരുത്, കൃപ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടട്ടെ.